Good evening, children. Let us move on to the next lesson, the last leaf. So, as an introduction, here some lines are given. So, let us move on through that first. Every cloud has a silver lining. So, what it indicates, what this word indicates, every cloud has a silver lining. Whenever there's a rainy cloud, we usually see a silver lining at the end of that rainy cloud. So നമ്മൾ എപ്പോഴും കാണാറുള്ളൊരു കാഴ്ചയാണ് മഴക്കാരൊക്കെ വന്ന് മേഘങ്ങൾ കൊണ്ട് ആകാശം മുഴുവൻ മൂടുമ്പോഴും ആകാശത്തിലെ മേഘങ്ങളുടെ അറ്റത്തായിട്ട് ഒരു സിൽവർ ലൈൻ നമ്മൾ കാണാം. So how we can compare it with the life? Actually, the dark cloud indicates the adverse levels or the desperate situations that can come into our life, but the silver line indicates a ray of hope. The silver line actually indicates the sun, right? So after the rain or after this desperate situation, one day good things will come to your life. That ray of hope, that silver line actually indicates the ray of hope. നമ്മളുടെ ജീവിതത്തിൽ എത്ര നിരാശാജനകമായിട്ടുള്ള സംഭവങ്ങൾ വന്നാലും that silver line will come, or that ray of hope. We never want to give up. We never want to be immersed into that deepest, that desperate moments in our life. We still have to keep or move on with a hope. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആ സിൽവർ ലൈനിൽ നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ വേണം. നമ്മുടെ ആ ഒരു സിൽവർ ലൈൻ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. എത്ര വിഷമകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ ആ ഒരു പ്രതീക്ഷയെ കൈവെടിയരുത് എന്നാണ് ഈ പ്രോവേർബ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആൻഡ് one more thing is there. If we are still moving on with a ray of hope, that ray of hope can make miracles in our life. നമ്മൾ ആ ഒരു ഹോപ്പോടുകൂടി, പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, എത്ര വേസ്റ്റ് സിറ്റുവേഷൻ നമ്മുടെ വന്നാലും ആ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ആ പ്രതീക്ഷയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ആ പ്രതീക്ഷയ്ക്ക് ഒത്തിരി പവറുണ്ടെന്നും ആ പവറിലൂടെ നമ്മളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കാമെന്നും ആണ് നമ്മളെ ഈ പ്രോവേർബ് ഓർമ്മിപ്പിക്കുന്നത്. അതിനെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഓ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ്. സോ നമുക്ക് അതിലൂടെ നമുക്ക് പോകാം. നമ്മൾ പലപ്പോഴും ലൈഫിൽ പല ക്യാൻസർ പേഷ്യൻസ് ആയാലും ശരി, പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചവരായാലും ശരി, നമ്മൾ കാണാറുണ്ട്. ഈവൻ അംഗവൈകല്യങ്ങളുള്ളവരായാലും ശരി, നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ പ്രതീക്ഷ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെക്കാളും ശാരീരിക വൈകല്യങ്ങളും മാനസിക വൈകല്യങ്ങളും ഒക്കെ ഉള്ള പലരും ഈ സമൂഹത്തിലുണ്ട്. അവർ പലപ്പോഴും ഈ പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷകളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ താങ്ങായിട്ട് നിൽക്കുക. ആ പ്രതീക്ഷകളാണ് അവരെ മുറുകെ പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഫാക്ടറായിരിക്കുക. അപ്പോൾ ആ പ്രതീക്ഷ കൊണ്ട് ചിലപ്പോൾ അവർ നമ്മളെക്കാൾ വലിയ ഒരു സാധാരണ ഹ്യൂമനേക്കാൾ വലിയ അച്ചീവ്മെൻറ്റ്സ് അവർ ലൈഫിലുണ്ടാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കറിയാം, ഈവൻ ക്യാൻസർ പേഷ്യൻസ് അവരുടെ മിറാക്കുലസ് ആയിട്ടുള്ള എസ്കേപ്സ് സംഭവിക്കുക പലപ്പോഴും ഈ പറയുന്ന ഹോപ്പ് കൊണ്ടായിരിക്കും. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഹാസ് എ ഗ്രേറ്റ് പവർ ടു ചേഞ്ച് ഈവൻ എ ഡിസീസ്ഡ് കണ്ടീഷൻ ഓഫ് വൺ ഹ്യൂമൻ. നമ്മുടെ മൈൻഡ് പവർ എന്താണെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ലെറ്റ് us move on to the story, the last leaf. To Greenwich Village, many people came who were interested in art. They lived in bohemian life of village and they enjoyed living among so many artists. So Greenwich Village ആണ് നമ്മുടെ കഥയുടെ
പ്ലോട്ട് സെറ്റിംഗ് അവിടെയാണ്, പ്ലോട്ടല്ല സെറ്റിംഗ് അവിടെയാണ്. നമ്മുടെ കഥ നടക്കുന്നത് ഗ്രീൻവിച്ച് വില്ലേജിലാണ്. സോ ഗ്രീൻവിച്ച് വില്ലേജിൽ അവിടെയുള്ള ആളുകൾ, മെനി പീപ്പിൾ ഹു വെയർ ഇൻട്രസ്റ്റഡ്, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹു ലീവ്ഡ് there were actually the people who were interested in art. ആർട്ടിൽ താല്പര്യമുള്ളവരായിരുന്നു അവിടെയുള്ളവരിൽ കൂടുതൽ പേരും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് they liked, these people who were interested in art, they used to live a bohemian life. What do you mean by bohemian life? Bohemian is actually a person who is interested in art, music or literature. മ്യൂസിക്കിലോ കലകളിലും സംഗീതത്തിലും സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ളവർ അവരൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും സ്വീകരിക്കുക. സാധാരണ ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അവർ സ്വീകരിക്കുക. അത് അവരുടെ ഈ പറയുന്ന ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളവരെന്ന് പറയുന്നത് ക്രിയേറ്റീവ്ലി ഹൈ ആയിരിക്കും. ക്രിയേറ്റീവ്ലി ഹൈ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ 12 മണി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും, രാത്രി 12 മണി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്കൊന്ന് വരയ്ക്കാൻ തോന്നുക, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതാനുള്ളൊരു മൂഡ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ നേരത്തെ ഇരുന്നായിരിക്കും അവർ എഴുതുന്നത്. അപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ കിടന്നുറങ്ങുന്ന സമയവും റെസ്റ്റ് എടുക്കുന്ന സമയവും ഒക്കെ ആയിരിക്കില്ല അവർ വർക്ക് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ടൈം. അതുമാത്രമല്ല അവർ ചിലപ്പോൾ ഈ പറയുന്ന ആർട്ടിൻ്റെ ഒരു ആർട്ട് മാത്രമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർ ചിലപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഡ്രസ്സ് മാറാനും പോലും ചിലപ്പോൾ വിട്ടു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതൊന്നും അവർ ബോദർ ചെയ്യാത്തൊരവസ്ഥ, അതിനെക്കുറിച്ചൊന്നും ടോട്ടലി ബോധേഡ് ആവാതെ ഫുള്ളി ആ വർക്കിൽ ഇൻവോൾവ് ആകുന്ന അവസ്ഥ. ദിവസങ്ങളോളം ചിലപ്പോൾ അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഒരു വർക്കിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ അവരുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതാണ് ബൊഹീമിയൻ ലൈഫ് എന്ന് പറയുന്നത്. നോർമലായിട്ടുള്ളവർക്ക് അത് അംഗീകരിക്കാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ് എന്ന് പറയാം. നമ്മളവരെ അങ്ങനെ ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നും ആർ ദേ ക്രേസി എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ഒരു പക്ഷേ. സോ ആൻഡ് ദേ എൻജോയ്ഡ് ലിവിങ് എമംഗ് സോ മെനി ആർട്ടിസ്റ്റ്. അപ്പോൾ അവിടെ ഇതുപോലെയുള്ള കുറേ ആർട്ടിസ്റ്റുകൾ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കൂടുതലും അങ്ങനെയുള്ളവരായതുകൊണ്ട് അവർക്ക് തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് they can understand the others' feelings. And the buildings, apartments were often very old and dirty, but this only added to the interest of the place. അവിടെയുള്ള ബിൽഡിങ്സും ഒക്കെ വളരെ പഴക്കിയതായിരുന്നു. ബട്ട് സ്റ്റിൽ അത് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് they were actually more interested in this and more interested in such kind of places. At the top of an old 3-story big brick house, Sue and Joanna had their studio. In this particular story, 2 people are the main characters. They were named as Sue and Joanna, and Johnsy was the familiar name for Joanna, and one of them was from the state of Maine. The other one, that means the Sue, is from California, and they had met in a restaurant, an 8th Street hotel. Both of them, they were artists, and they recently come to New York to make their living. ഇപ്പോൾ രണ്ടുപേരും ജോൺസി മെയിനിൽ നിന്നും, ജോൺസി എന്ന് പറയുന്നത് ജോനെ വിളിക്കുന്ന വിളിപ്പേരാണ് ജോൺസി. അപ്പോൾ ജോൺസി ഈസ് ഫ്രം മെയിൻ ആൻഡ് സ്യൂ ഈസ് ഫ്രം കാലിഫോർണിയ. they just met each other at a hotel and they start working. They actually work to New York just to make a living. അവർക്കൊരു ലിവിങ്, അവരുടെ ഒരു ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അവരിവിടേക്ക് വന്നിരിക്കുന്നത്. ആൻഡ് നൗ ദേ ആർ വർക്കിംഗ് ടുഗെദർ. നൗ ദേ ആർ സ്റ്റേയിങ് ടുഗെദർ ആൻഡ് they are working. Both they were artists who had recently come to New York to make their living. And that was in May. In November, മെയ്യിലായിരുന്നു they met each other, and now it is November. In November, a cult so
after a few months in November, a cold and stranger, whom the doctors called pneumonia, stalked about the city, attacked the city. That means the pneumonia starts spreading in that city, in that New York City, and that pneumonia touched Johnsy. That means Johnsy was affected with pneumonia, and she lay scarcely moving. Scarcely means rarely. She couldn't move much. അധികം അനങ്ങാൻ പറ്റാതെ ഒരു അയൺ ബെഡിൽ തന്നെ ഒരു വിൻഡോയിൽ മാത്രം നോക്കി ജോൺസി കിടപ്പായി. ജോൺസി ന്യൂമോണിയ ബാധിച്ചു. അപ്പോൾ ന്യൂമോണിയ ബാധിച്ച് ഒരു ബെഡിൽ കിടപ്പായി ജോൺസി. ആൻഡ് ജോൺസി കിടന്നിരുന്നത്, ഇറ്റ് വാസ് ആൻ അയൺ ബെഡ് ആൻഡ് ലുക്കിംഗ് ത്രൂ എ സ്മോൾ വിൻഡോ. ഷീ കുഡ് ഓൺലി ലുക്ക് ത്രൂ എ സ്മോൾ വിൻഡോ. അവളുടെ റൂമിൽ നിന്ന് നോക്കിയാൽ ഒരു ചെറിയ വിൻഡോ കാണാം. അതിൻ്റെ അപ്പുറത്ത് ഒരു ബ്ലാങ്ക് വാൾ, ഒന്നും വരച്ചിട്ടില്ലാത്ത ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള വാൾ കാണാമായിരുന്നു. ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഒരു ബ്ലാങ്ക് വാൾ കാണാമായിരുന്നു. ഇത്രയായിരുന്നു. ആൻഡ് ദെൻ വൺ മോർണിംഗ് a doctor invited Sue into the hall, and she has one chance. The doctor said, she has one chance, let us say 10, he said, as she shook down the mercury in his clinical thermometer, and that chance is for her to want to live, but your little lady has made up her mind, she is not giving to get well. So that means Johnsy is in a very critical condition. There is only a few chance, there's only a 10% chance that she could have come back to life. അവൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകെ 10% ചാൻസേ ഉള്ളൂ. ഇപ്പോൾ ന്യൂമോണിയ അവളെ എത്രയും മാത്രം ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ അവളാണെങ്കിലോ, ഷി ഓൾറെഡി ലോസ്റ്റ് ഓൾ ഹിസ് ഫെയ്ത്ത്. അവളാകെ മൈൻഡ് വിട്ട് കളഞ്ഞു. ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളൊരു മട്ടിലാണ് ജോൺസി ഓൾറെഡി ആയിക്കഴിഞ്ഞു. സോ ഹാസ് ഷീ എനിത്തിങ് ഓൺ ഹർ മൈൻഡ്? അപ്പോൾ അവളുടെ പ്രതീക്ഷകളെ കൊണ്ടുവരാനായിട്ട് ഡോക്ടർ സ്യൂവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തെങ്കിലും സാധ്യതയുണ്ടോ അവളെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട്? അവളുടെ എന്തെങ്കിലും ഒരു ഡ്രീമോ എന്തെങ്കിലും. സോ ഷീ വാണ്ടഡ് ടു പെയിൻറ്റ് ദ ബേ ഓഫ് നേപ്പിൾസ് സംഡേ. അപ്പോൾ സ്യൂവിനാകെ അവൾ പറഞ്ഞ ഓർമ്മയുള്ളത്, അവൾക്ക് ഒരിക്കൽ ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കണമെന്ന് ജോൺസി പറഞ്ഞിട്ടുണ്ടെന്ന് സ്യൂ ഓർത്ത് പറയുകയാണ്. സോ ബേ ഓഫ് നേപ്പിൾസ് ഇസ് ആക്ച്വലി എ വണ്ടർഫുൾ സൈറ്റ് which one can enjoy among this world. അത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് ബേ ഓഫ് നേപ്പിൾസ് എന്ന് പറയുന്ന മലനിരകളും അതിസുന്ദരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നേരിട്ട് വരയ്ക്കണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു ലവറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്യൂ പറഞ്ഞു, നോ സച്ച് കൈൻഡ് ഓഫ് തിങ്. സോ വെൽ ഇറ്റ് ഈസ് എ വീക്ക്നെസ് ദെൻ സെഡ് ദ ഡോക്ടർ, ബട്ട് whenever my patient begin to count their last few moments, I subtract 50% from the curative power of medicines. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ്? ഡോക്ടർ പറഞ്ഞു, എൻ്റെ പേഷ്യൻസ് ഓൾറെഡി അവരുടെ ഫെയ്ത്ത്, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കൊണ്ട് അവർ ക്യൂർ ചെയ്യപ്പെടാനുള്ള ചാൻസ് 50%. മരുന്നിൻ്റെ പവർ, മരുന്നിൻ്റെ ക്യൂറേറ്റീവ് പവർ 50% അവിടെ കുറയും. സോ ഇഫ് യു ക്യാൻ സക്സീഡ് ഇൻ മേക്കിംഗ് ഹർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്, ഇൻ ആസ്കിങ് ഫോർ ഇൻസ്റ്റൻസ് അബൌട്ട് ദ ലേറ്റസ്റ്റ് സ്റ്റൈൽസ് ഓഫ് വുമൻസ് ക്ലോത്ത്സ്, then I will promise you a 1 in 5 chance for her instead of 1 in 10. അപ്പോൾ ഒരു അവൾക്ക് എന്തിലേക്ക് ഒരു പ്രതീക്ഷ ലൈഫിൽ എന്തിലെങ്കിലും, ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ക്ലോത്ത്സിലോ വുമൻസ് ക്ലോത്ത്സിലോ എന്തിലെങ്കിലും അവൾക്കൊരു പ്രതീക്ഷയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 10% എന്നുള്ളത് 5% നമുക്ക് കുറയ്ക്കാൻ പറ്റും. അവൾ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടും. So and the doctor had gone. She went into her room and cried. അപ്പോൾ സ്യൂവിൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഷീ സ്റ്റാർട്ട് ക്രൈങ്. ആൻഡ് ദെൻ ബട്ട് ഷീ വെൻറ്റ് ടു ജോൺസി. അപ്പോൾ പക്ഷെ ഷീ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു റിവീൽ ഓൾ ദീസ് തിങ്സ് ടു ജോൺസിയോട് ഇതൊന്നും പറയാൻ അവൾ ആഗ്രഹിച്ചില്ല. കാരണം ജോൺസിയോട് ഇനി ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വിൽ ലൂസ് ഓൾ ഹർ ഫെയ്ത്ത്. സോ she just went into Johnson's room as whistling.
ചൂളമൊക്കെ അടിച്ചുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത വളരെ കൂളായിട്ടാണ് ജോൺസിയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. ജോൺസി ലേ അണ്ടർ ബെഡ് ക്ലോസ് വിത്ത് ഹർ ഫേസ് ടുവേർഡ്സ് വിൻഡോ. സോ സ്യൂ സ്റ്റോപ്പ് വിസ്ലിംഗ് തിങ്കിങ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോൺസി മുടി പൊതിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ അവൾ ജനലിലേക്ക് നോക്കി കിടക്കുകയാണ്. അപ്പോൾ സ്യൂ വിസിലിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സ്യൂ വിചാരിച്ചത് എന്താണ്, ജോൺസി ഉറങ്ങുകയാണെന്ന് വിചാരിച്ചാണ് അഭിനയമൊക്കെ നിർത്തി സ്യൂ നിൽക്കുകയാണ്. അപ്പോഴാണ് സ്യൂ എന്തോ ഒരു ചെറിയ ശബ്ദം കേട്ട് സ്യൂ വീണ്ടും നോക്കുകയാണ്. അപ്പോൾ എന്താ, ജോൺസി ഉറങ്ങിയിട്ടില്ല. ജോൺസി എന്തോ ചെയ്യാണ്, നോക്കുക എന്താന്ന്. ജോൺസീസ് ഐസ് വെയർ ഓപ്പൺ വൈഡ്. ഷി വാസ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് ഷി വാസ് കൗണ്ടിങ് ഡൗൺവേർഡ്സ്. 12, 11, 10, 9 like that. 11, 8, 7 almost together. അതിങ്ങനെ താഴേക്ക് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സോ യു ലുക്ക് ഡൗൺ ടു ദ വിൻഡോ. വാട്ട് വാസ് ദയർ ടു കൗണ്ട്? അപ്പോൾ എന്താണ് അവിടെ ഇത്ര അധികം എണ്ണാനുള്ളതെന്ന് വിചാരിച്ച സ്യൂ പുറത്തേക്ക് നോക്കുകയാണ്. അവിടെ ആകെ ഒരു ഗ്രേ ബ്ലാക്ക് ക്യാഡും ഒരു ബ്ലാങ്ക് വാളുമാണ് ആകെ ഉള്ളത്. ആൻഡ് അവിടെ പിന്നെ ഒരു ഐവി വൈൻ ട്രീയും ഉണ്ട്. സോ അതാണെങ്കിൽ അതിൻ്റെ റൂട്ട്സൊക്കെ വിട്ട് പോയിട്ട് അത് ഫുള്ളായിട്ട് അത് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐവി വൈൻ ട്രീ ആണ്. ആൻഡ് ഡെഡ് അറ്റ് ദ റൂട്ട്സ് ക്ലൈംഡ് ഹാഫ് വേ. അപ്പോൾ അതിൻ്റെ വള്ളികൾ ഈ വാളിലേക്ക്, ഈ ചുമരിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ ആ ചുമരിൽ ഇവർക്കത് കാണാം. സോ ദ കോൾഡ് ബ്രീത്ത് ഓഫ് ഓട്ടം ഹാഡ് ബ്ലോൺ ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഓട്ടം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഓട്ടം സീസണിൽ ഇലകൾ വീഴാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയും ഈ ഇലകൾ വീണ് മുഴുവൻ ഇലകളായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രാഞ്ചസ് മുഴുവൻ ശില്ലകൾ മാത്രമായി തുടങ്ങി. സോ വാട്ട് ഈസ് ഇറ്റ് ഡിയർ ആസ്ക്ഡ് സ്യൂ. 6 said Johnsy very quietly. They are falling faster now. 3 days ago they were almost 100. അപ്പോൾ ജോൺസി were actually counting all the leaves on that ivy vine. ആൻഡ് അപ്പോൾ ജോൺസി പറയുകയാണ്, 2-3 ദിവസം മുൻപ് അതിൽ നിറയെ നൂറുകണക്കിന് ഇലകളുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് മൈ ഹെഡ് ഏക്ക് ടു കൗണ്ട് ദം. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട് ഫോർ മീ ടു കൗണ്ട് ഓൾ ദോസ് ലീവ്സ്. ബട്ട് നൗ ഇറ്റ് ഈസ് വെരി ഈസി. ദെയർ ഗോസ് another one. അപ്പോൾ അവളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ഇല വീണു. അപ്പോൾ ഇനി ആകെ എത്ര എണ്ണാണുള്ളൂ? ആകെ ദെർ ആർ ഓൺലി 5 ലെഫ്റ്റ് നൗ. 5 ഇലയാണ് ഇനി ആകെ ഉള്ളൂ. 5 വാട്ട് ഡിയർ? ടെൽ മീ സ്യൂ. അപ്പോഴും സ്യൂവിന് മനസ്സിലായില്ല ഇവളെന്താണ് ഈ പറയുന്നതെന്ന്. ലീവ്സ് ഓൺ ദ ഐവി വൈൻ. വെൽ ദ ലാസ്റ്റ് വൺ ഫോൾസ് ഐ മസ്റ്റ് ഗോ ടു. അപ്പോൾ ഷീ ആക്ച്വലി മെയ്ഡ് എ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് falling of leaf and the death of Johnsy. Then there is no logic behind it, but she just make a relationship between these things. എന്തൊക്കെ തമ്മിൽ ഈ ഐവി വൈൻ ലീവ്സ് വീഴുന്നതും തൻ്റെ ലൈഫും തമ്മിൽ ജോൺസി ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജോൺസി പറയുന്നത്, ഈ ലാസ്റ്റ് ലീഫ്, അതിൽ നിന്നുള്ള ലാസ്റ്റ് ലീഫ് എപ്പോഴാണോ വീഴുന്നത്, അപ്പോൾ ഞാനും ഈ ഭൂമിയിൽ നിന്ന് പോകും. ആ ബ്ലാങ്ക് വാളിലേക്ക് പടർന്ന് കയറിയിരിക്കുന്ന ഐവി വൈനിൽ ലാസ്റ്റ് ലീഫ് എപ്പോഴാണോ വീഴുന്നത്, അപ്പോൾ ഇത് എൻ്റെ ലൈഫ് ഇവിടുന്ന് പോവും. സോ ദ ഡോക്ടർ ഡിഡിൻ സേ എനി സച്ച് തിങ്. വാട്ട് പ്യുവർ ഫൂളിഷ്നെസ്. അപ്പോൾ സ്യൂ അവളെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. ഡോക്ടർ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞില്ല, പിന്നെ നീ എന്തിനാണ് നീ എന്തിനാ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. ആൻഡ് യു യൂസ് ടു ലവ് ദാറ്റ് ഓൾഡ് വൈൻ സോ മച്ച്. പ്ലീസ് ഡോണ്ട് ബി സില്ലി. അപ്പോൾ ഇങ്ങനെ നീ ഇത്ര സ്റ്റുപ്പിഡിറ്റിയോടുകൂടി പറയരുത്. ദ ഡോക്ടർ ടോൾ മീ ദിസ് മോർണിംഗ് ദാറ്റ് യുവർ ചാൻസസ് ഓഫ് നീ രക്ഷപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് ഡോക്ടർ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഷി വാസ് ആക്ച്വലി ലൈയിങ്, ബട്ട് സ്റ്റിൽ ഷീ ജസ്റ്റ് വോണ്ട് ടു കൺസോൾ ജോൺസി ആൻഡ് വോണ്ട് ടു മേക്ക് ഹർ മോർ ഹോപ്പ്ഫുൾ. കൂടുതൽ പ്രതീക്ഷയുള്ള അവളായിട്ട് നോക്കാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രതീക്ഷ അവളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. So now try to make some soup and let me get back to work that I can make money to buy some good port wine. അപ്പോൾ നിനക്ക് ഞാൻ കുറച്ച് സൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വർക്കിലേക്ക് പോട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കൊണ്ട് നമുക്കൊരു നല്ലൊരു വൈൻ വാങ്ങിക്കാം. So you didn't get any more wine, said Johnsy, keeping her eyes fixed out of the window. There goes another. That leaves just 4. അപ്പോൾ ഈ വൈൻ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഹാപ്പിനെസ്സിൻ്റെ സൈനാണ് വൈൻ, അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിൻ്റെ സൈനാണ് വൈൻ. അപ്പോൾ ഇവിടെ ജോൺസി എന്താ പറയുന്നത്,
നീ ഇനി വൈനൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, അത് അടുത്തിലയും വീണു. ഐ വോണ്ട് ടു സീ ദ ലാസ്റ്റ് വൺ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്, ദെൻ ഐ വിൽ ഗോ ടു. അപ്പോൾ ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് തന്നെ അവസാനത്തെ ഇലയും വീഴും, അതോടുകൂടി ഞാനും പോവും. സോ ജോൺസി ഡിയർ സെറ്റ്സ് യു ബെൻഡിങ് ഓവർ ഹർ, വിൽ യു പ്രോമിസ് മീ ടു കീപ് യുവർ ഐസ് ക്ലോസ്ഡ് ആൻഡ് നോട്ട് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. സോ യു ഈസ് ജസ്റ്റ് ആസ്കിങ് ഹർ ടു ക്ലോസ് ഹെർ ഐസ്. ജോൺസിയോട് പറയുകയാണ്, നീ ഇതൊക്കെ ഒന്ന് നിർത്തി ദയവായിട്ടൊന്ന് കണ്ണടച്ച് ഞാൻ പറയുന്നത് കേട്ടൊന്നിരിക്കാമോ, നീ ഇതൊന്നും ആലോചിച്ച് ബോദർ ചെയ്യണ്ട. ഐ മസ്റ്റ് ഡെലിവർ, സോ ഐ വിൽ ജസ്റ്റ് പ്രോമിസ് മീ ടു ക്ലോസ് യുവർ ഐസ് ആൻഡ് നോട്ട് ടു ലുക്ക് ഔട്ട് ഓഫ്, നീ വിൻഡോൻ്റെ അവിടേക്ക് നോക്കരുത്, ഞാൻ വർക്ക് ഫിനിഷ് ചെയ്യുന്നവരെ നീ ഇതൊന്ന് നോക്കാതെ നീ കണ്ണടച്ച് കിടക്കാൻ പറയുകയാണ്. സോ ഐ മസ്റ്റ്, എനിക്ക് നാളെ തന്നെ ഈ പെയിൻറ്റിങ്സ് ഡെലിവർ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ലൈറ്റൊന്ന് വേണം, അല്ലെങ്കിൽ ഞാനിതിൻ്റെ കേട്ടൺ ഇട്ടാനേന്ന് പറയുകയാണ്. സോ കുഡിൻറ്റ് യു ഡ്രോ ഇൻ അനദർ റൂം. അപ്പോൾ ജോൺസിയോട് ചോദിക്കണം, നിനക്ക് അടുത്ത റൂമിൽ പോയി ഒന്ന് വരച്ചൂടെ, ബട്ട് എനിക്കിവിടെ നിൻ്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം എന്ന് സ്യൂ പറയുകയാണ്. സോ ബിസൈഡ്സ് ഡോണ്ട് യു വോണ്ട് ടു കീപ്പ് ലുക്കിംഗ്, നീ ഇപ്പോൾ യു ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ബോദർ അബൌട്ട് ദോസ് സില്ലി ലീവ്സ്, നീ അതിനെക്കുറിച്ചൊന്നും ബോദറേ ചെയ്യേണ്ട, നീ അതിനെക്കുറിച്ച് നോക്കേ വേണ്ടതെന്നാണ് ജോൺസിയുടെ അടുത്ത് സ്യൂ പറയുന്നത്. So telling me as soon as you have finished, said Johnsy, closing her eyes and lying white and still, because I want to see the last leaf fall. I'm tired of waiting. I'm tired of thinking. അപ്പോൾ ജോൺസി എന്താ പറയുന്നത്? ജോൺസി പറയുകയാണ്, നിൻ്റെ വർക്ക് കഴിയുമ്പോൾ തന്നെ എന്നോട് പറയണം, കാരണം എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദ ലാസ്റ്റ് ലീഫ് വെൻ ദ ലാസ്റ്റ് ലീഫ് ഇസ് ഫാളിങ്. അപ്പോൾ ആ ലാസ്റ്റ് ലീഫ് വീഴുന്നത് എനിക്കൊന്ന് കാണണം, കാരണം അത് വീഴുമ്പോൾ എനിക്കും ഇവിടെ നിന്ന് പോകണം എന്നുള്ളത് ഞാൻ ടയേർഡായി, വെയിറ്റ് ചെയ്ത് ഞാൻ ടയേർഡായി, എനിക്കിത് ചിന്തിച്ച് ഞാൻ വയ്യാണ്ടായി. സോ ട്രൈ ടു സ്ലീപ്പ് സ്യൂ അപ്പോൾ അവളോട് ഉറങ്ങാൻ പറയുകയാണ്. ഐ മസ്റ്റ് ഗോ ഡൗൺവേർഡ്സ് ഫോർ എ മിനിറ്റ് ടു മിസ്റ്റർ ബർമാൻ ഹു ഇസ് ഗോയിങ് ടു സിറ്റ് ആസ് മൈ മോഡൽ, ബട്ട് ഐ വിൽ ബി റൈറ്റ് ബാക്ക് ആൻഡ് ഡോണ്ട് മൂവ് പ്ലീസ് പ്രോമിസ് മീ നോട്ട് ടു ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ഞാൻ പോയി താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബർമാനെ വിളിച്ചിട്ട് വരാം, ബർമാനാണ് എൻ്റെ മോഡലായിട്ടിരിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളൂ, അപ്പോൾ നീ മൂവ് ചെയ്യേണ്ട, കണ്ണടച്ച് അവിടേക്ക് നോക്കില്ല എന്ന് എന്നോട് പ്രോമിസ് ചെയ്യാൻ പറയാം. അപ്പോൾ ഇനിയത്തെ നമ്മുടെ ഒരു പ്രധാന കഥാപാത്രമാണ് ബർമാൻ. സോ നമുക്ക് ബർമാനെ കുറിച്ചൊന്ന് നോക്കാം. So let us be familiar with Mr. Berman. Mr. Berman is an old person and he was a painter who lived in the first floor in that same building where Johnsy and Sue used to live. അതേ ബിൽഡിങ്ങിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ജീവിച്ചിരുന്നൊരു പ്രായമായ മനുഷ്യനാണ് ബർമാൻ. അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സിന് മുകളിലുണ്ടായിരുന്നു. ബട്ട് ഹി ഈസ് നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ ഹി ഈസ് എ ഫെയിലിയർ ഇൻ ആർട്ട് ആൻഡ് ഹി ഓൾവേസ് വാണ്ടഡ് ടു പെയിൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമാണ് ഒരു മാസ്റ്റർ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സോ ഹി ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു പെയിൻറ്റ് എ മാസ്റ്റർ പീസ്, ബട്ട് ഹി നെവർ യെറ്റ് ബിഗൺ ടു പെയിൻറ്റ് ഇറ്റ്. പക്ഷേ ഇതുവരെ അദ്ദേഹം അത് വരച്ചു തുടങ്ങിയിരുന്നില്ല. അതിനു വേണ്ടി അദ്ദേഹം ഒരു ക്യാൻവാസും അദ്ദേഹം മാറ്റി വെച്ചിരുന്നു ഈ മാസ്റ്റർ പീസ് വരയ്ക്കാൻ വേണ്ടി. ഫോർ മെനി ഇയേഴ്സ് ഹി ഹാഡ് പെയിൻറ്റഡ് നത്തിങ്. അപ്പോൾ വർഷങ്ങളായിട്ട് അദ്ദേഹം പെയിൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ ആകെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം കമേഴ്ഷ്യൽ അഡ്വർടൈസിങ് വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമെന്നല്ലാതെ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വരയ്ക്കലൊക്കെ വളരെ ഉണ്ടായിരുന്നേ ഇല്ല. അദ്ദേഹം ആകെ ചെയ്തിരുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഏണിങ് അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് കണ്ടെത്തിയിരുന്നത് ഇങ്ങനെ മോഡലായിട്ട് പുതിയ യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക്, അതും അധികം പൈസ മുടക്കാൻ ഇല്ലാത്ത ആർട്ടിസ്റ്റുകൾക്ക് മോഡലായിട്ടൊക്കെ നിന്നിട്ടാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തിനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത്. ബട്ട് ഹി ഓൾവേസ് ടോക്ക്ഡ് അബൌട്ട് ദ ഗ്രേറ്റ് മാസ്റ്റർ പീസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ് വിഷായിരുന്നു ഈ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. ആൻഡ് സോ ഹി എവർ യൂസ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് മാസ്റ്റർ പീസ്. സോ ഫോർ ദ റെസ്റ്റ് ഹി വാസ് എ ഫിയേഴ്സ് ലിറ്റിൽ ഓൾഡ് മാൻ ഹു റിഗാർഡഡ് ഹിംസെൽഫ് ആസ് എ വാച്ച് ഡോഗ് ആൻഡ്
and protector of this young artist living above him on whom he was very fond of. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അദ്ദേഹം അവരുടെ ഒരു പ്രൊട്ടക്ടർ പോലെയായിരുന്നു, ഒരു കാവൽ നായയെ പോലെയായിരുന്നു. അത്രയ്ക്കും ഇവരോടൊരു പ്രത്യേക ഇഷ്ടം ഈ രണ്ട് ആർട്ടിസ്റ്റുകളോടും ബർമാന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. സോ സ്യൂ ഫൗണ്ട് ഓഫ് ബർമാൻ ഇൻ ഹിസ് പ്യുവർലി ലൈറ്റ്. ഇപ്പോൾ സ്യൂ താഴേക്ക് വന്നിരുന്നല്ലോ ബർമാനെ കാണാനായിട്ട്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്നും സ്യൂ ബർമാനെ കണ്ടെത്തുകയാണ്. സോ ഇൻ വൺ കോർണർ ദ റൂം സ്റ്റുഡ് എ ബ്ലാങ്ക് ക്യാൻവാസ് വാസ് ദ. അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ക്യാൻവാസ് അവിടെ ഉണ്ടായിരുന്നു. എന്തിനായിരിക്കും അത്? യെസ്, ഫോർ ഹിസ് മാസ്റ്റർ പീസ്. ഇറ്റ് വാസ് 25 years. For last 25 years it is waiting there. The first line of fancy for the first line of drawing. So but in one corner the room stood a blank canvas which had been waiting for the 25 years so to receive the first line of the promised masterpiece. She told Johnson's fancy and how she feared she would indeed light and fragile as a leaf herself. അപ്പോൾ സ്യൂ എന്ന് പറയുന്നത് ജോൺസിയും അവർ ഫ്രണ്ട്സ് മാത്രമാണ്, വേറെ ഫാമിലി ഒന്നും ഇല്ല അവരുടെ കൂടെ. അപ്പോൾ അവരുടെ ആകെയുള്ളൊരു ഡിയറസ്റ്റ് കമ്പാനിയനാണ് നമ്മുടെ ഈ ബർമാൻ. അപ്പോൾ അദ്ദേഹത്തോട് സ്യൂവിൻ്റെ ഫാൻസിയെക്കുറിച്ചും അവളുടെ കണ്ടീഷനെക്കുറിച്ചും അവളെങ്ങനെയാണ് ഈ ഐവി ലീഫും അവളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം സ്യൂ പറയുകയാണ്. അപ്പോൾ she told him about Jonesy's fancy and how she feared she would indeed light and fragile means that can easily broken. അത്രയ്ക്കും എങ്ങനെയാണ് അത്ര വീക്കായിരിക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ബർമാനോട് പറയുകയാണ്. ആൻഡ് എത്ര വീക്കായിട്ടിരിക്കുകയാണെന്നൊക്കെ ബർമാനോട് അവൾ ധരിപ്പിച്ചു. സോ ഓൾഡ് ബർമാൻ ഷൗട്ടഡ്, ആർ ദർ പീപ്പിൾ ഇൻ ദ വേൾഡ് ഹൂ ആർ ഫുളിഷ് ഇനഫ് ടു ഡൈ സിംപ്ലി ബിക്കോസ് ദ ലീവ്സ് ഫോൾ ഫ്രം ആൻ ഓൾഡ് ഐവി വൈൻ. അപ്പോൾ ഇത്രയും ലോകത്തെ ആളുകൾ വിഡ്ഢികളാവും, ഒരു ഐവി വൈനിൽ നിന്ന് ഒരു ഇല വീണു എന്ന് വെച്ചിട്ട് എൻ്റെ മരണം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്ന് ബർമാൻ അവളോട് ചോദിക്കുകയാണ്. ബർമാൻ അത്രയും സങ്കടമായി, കാരണം ബർമാൻ അവരോട് അത്ര ഇഷ്ടമായിരുന്നു. സോ ഐ ഹാവ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്, സോ വൈ ഡു യു പെർമിറ്റ് സച്ച്. അപ്പോൾ എന്തിനാണ് നീ ഇത്രയും സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കയറാൻ അനുവദിച്ചത് എന്ന് സ്യൂവിനെ സ്കോൾഡ് ചെയ്യാണ്. അപ്പോൾ അത്രയും അവളോടുള്ള ആ ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഷീ ഈസ് വെരി ഇൽ ആൻഡ് വെരി വീക്ക് എക്സ്പ്ലെയിൻസ് യു ആൻഡ് ദ ഫീവർ ഹാഡ് ദ മൈൻഡ് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഐഡിയാസ്. അപ്പോൾ സ്യൂ അതിന് ആൻസർ പറയുന്നത് അവളുടെ ഫീവർ അത്രയ്ക്കും സിവിയറാണ്, അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ മനസ്സിൽ ഇത്ര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഐഡിയാസൊക്കെ നിറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. സോ ജോൺസി വാസ് സ്ലീപ്പിംഗ് when they both went upstairs and Sue pulled down the curtain and motioned Berman into another room. So they were. അപ്പോൾ അവർ ചെന്ന് നോക്കുമ്പോൾ ജോൺസി ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അടുത്ത റൂമിലേക്ക് പോവുകയാണ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ ആ മുറിയിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു, ജോൺസി ഉറങ്ങാൻ വേണ്ടി സ്യൂ പറഞ്ഞതാണ്. സോ ദേ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദി വിൻഡോ. അപ്പോഴും അവർ വിൻഡോൻ്റെ കേർട്ടൻസ് ഇടുന്നതിന് അവർ രണ്ടുപേരും വളരെ ദുഃഖത്തോടു കൂടി ഐവി വൈനിലേക്ക് നോക്കുകയാണ്. സോ അവിടെ എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. കാരണം ഇനിയും ഒരു മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ ലീഫ് വീണ് കഴിഞ്ഞാൽ ജോൺസി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഉണ്ട്. ബർമാൻ took a seat and prepared himself to pose for Sue as a model. അപ്പോൾ ബർമാൻ started his work and he just started sitting as a proper model. So when Sue woke up the next morning, she found Jonesy with dull and wide open eyes looking at the window. അപ്പോൾ പിറ്റേ ദിവസം നല്ല മഴ പെയ്തു. അപ്പോൾ പിറ്റേ ദിവസം സ്യൂ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജോൺസി വീണ്ടും ഡള്ളായിട്ടിരിക്കുകയാണ്. അവളുടെ കണ്ണുകളെപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യം ആവശ്യപ്പെട്ട കാര്യം കേർട്ടൻ മാറ്റാൻ പറയുകയാണ്. സോ ഐ വോണ്ട് ടു സീ ജോൺസി. അപ്പോൾ എന്തായാലും മഴ പെയ്തിട്ടുണ്ട്, എനിക്കത് കാണണം, അത് ലാസ്റ്റ് ലീഫ് വീണോ ഇല്ലയോ എന്നറിയാൻ വളരെ ഈഗറായിട്ട് നിൽക്കുമായിരുന്നു ജോൺസി. അതുകൊണ്ട് തന്നെ വേഗം കർട്ടൻ മാറ്റാൻ പറയുകയാണ്. ബട്ട് ആഫ്റ്റർ ദ ഹെവി റെയിൻ ആൻഡ് ദ സ്ട്രോങ് വിൻഡ് വൺ ലീഫ് വാസ് സ്റ്റിൽ ഹാങ്ങിങ്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, അവിടെ ഒരേ ഒരു ലീഫ് അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാ ലീവ്സും, അപ്പോൾ തലേ ദിവസം അത്രയും ഹെവി റെയിനും ഇത്രയും സ്റ്റോം ഉണ്ടായിട്ട് പോലും ഒരു ലീഫ്, വൺ ലാസ്റ്റ് ലീഫ് ഇസ് ദ
still dark, but it is not brown colored, but it is still green. It hung bravely from the branch some 20 feet above. ഇപ്പോൾ താഴെ നിന്നൊരു 20 അടി മുകളിലാണ്, പക്ഷെ അതിപ്പോഴും നല്ല ഗ്രീൻ കളേർഡായിട്ട് നല്ല യങ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു എന്താ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ലീഫ് അവരവിടെ കാണുകയാണ്. സോ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ സെഡ് ജോൺസി. ഐ തോട്ട് ഇറ്റ് വുഡ് ഷുവർലി ഫോൾ ഡ്യൂറിങ് ദ നൈറ്റ്. ഞാൻ വിചാരിച്ചു അത് രാത്രി വീണിട്ടുണ്ടാവുമെന്നാണ് അവൾ വിചാരിച്ചത്. ബട്ട് ഐ ഹേർഡ് ദ വിൻഡ്. അപ്പോൾ അത്രയ്ക്കും ഹെവി റെയിനും ഹെവി സ്റ്റോമും ആയിരുന്നു. അപ്പോൾ ഇറ്റ് വിൽ ഫോൾ ടുഡേ ആൻഡ് ഐ ഷാൽ ഡൈ. അപ്പോൾ അവൾ പ്രതീക്ഷിക്കുന്നത് എന്താ, ജോൺസി എന്തായാലും ഇന്നത് എന്തായാലും വീഴും, ആ ലാസ്റ്റ് ലീഫ് ഇന്ന് വീഴും, ഞാനും ഇന്ന് പോവും. സോ ഡിയർ ജോൺസി സെറ്റ്സ് യു, പ്ലേസിങ് ഹെർ ഫേസ് ക്ലോസ് ടു ജോൺസീസ് ഓൺ ദ പില്ലോ, തിങ്ക് ഓഫ് മീ ഇഫ് യു വോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ്. നീ നിന്നെക്കുറിച്ച് ആലോചിക്കുന്നെങ്കിൽ നീ എന്നെക്കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കും. ഞാൻ എന്ത് ചെയ്യും, നീ പോയാൽ എന്ത് ചെയ്യും എന്നൊന്ന് ആലോചിക്കാൻ പറയുകയാണ് ജോൺസിയുടെ അടുത്ത് സ്യൂ. So the day wore away, even though the twilight they could see the lonely ivy leaf clinging to its stem against the wall. അപ്പോൾ ലാസ്റ്റ് ലീഫ് ഇറ്റ് is still there, and the night north wind again. അന്ന് നൈറ്റും നല്ലോണം റെയിനും നല്ല സ്റ്റോമും ഉണ്ടായി, ബട്ട് the last leaf is still there. So when it was light enough for Chauncey the merciless, വീണ്ടും ഒരു ലൈറ്റ് വന്നപ്പോഴേക്കും വീണ്ടും എന്താ സന്ധ്യാകാറായപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. വീണ്ടും ലൈറ്റ് വന്നപ്പോൾ വീണ്ടും എന്താ മേഴ്സിലെസ് ആയിട്ട് ജോൺസി വീണ്ടും പറയാണ്, ഒന്ന് ആ കേട്ടൺ മാറ്റം, എനിക്ക് കാണണം ആ ലാസ്റ്റ് ലീഫ് അവിടെ ഉണ്ടോയെന്ന്. ബട്ട് ദ ഐവി അപ്പോഴും ഇത്തിരി വീണ്ടും ഹെവി റെയിനും ഹെവി സ്റ്റോം ഉണ്ടായിട്ടും ആ ഐവി ലീഫ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. സോ ജോൺസി ലേ ഫോർ എ ലോങ് ടൈം. ജോൺസി അന്ന് മുഴുവൻ അതിനെ നോക്കിക്കൊണ്ടേയിരുന്നു. പിന്നെ അവൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. her thoughts start changing. She start thinking about herself and she just confessed, oh, I was a bad girl. I have been a bad girl. ജോൺസി പറഞ്ഞു, ഞാനൊരു ചീത്ത പെൺകുട്ടിയായിരുന്നു. Something had made the last leaf stay there just to show how bad I was. അപ്പോൾ ഈ ലാസ്റ്റ് ലീഫ് എന്നെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്. കാരണം ഇത്രയും മഴയും ഇത്രയും കാറ്റൊക്കെ പെയ്തിട്ട് അത് മാത്രം വീണില്ല. അപ്പോൾ അതെന്നെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി. ഞാൻ വളരെ മോശമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സോ അതവിടെ നിൽക്കുന്നത് എന്നെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. സോ ദെൻ പുട്ട് സം പില്ലോസ് ബിഹൈൻഡ് മീ ആൻഡ് ഐ വിൽ സിറ്റ് അപ്പ് ടു വാച്ച് യു കുക്ക്. അപ്പോൾ ഇവൾ ഇത്രയും ദിവസം വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു, മരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ പറയുന്നത് എന്താണ്, യെസ് ഇറ്റ് ഈസ് എ സിൻ ടു വൺ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നല്ലേ, മരണത്തിനെ വേണം എന്നാഗ്രഹിക്കുന്നതൊരു പാപമാണ് എന്നവൾ ചിന്തിക്കുകയാണ്. സോ യു മേ ബ്രിങ് മീ, ഇനി നീ എനിക്ക് കുറച്ച് സൂപ്പ് കൊണ്ടുതാ. എന്നിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചെടുത്ത് എനിക്ക് നീ കുക്ക് ചെയ്യണത് കാണണം. That all things that shows a transition that happened in Johnson's life. She started thinking hopefully. She realized how she behaved earlier. But an hour later she said, Sir John, someday I hope to paint the Bay of Naples. അപ്പോൾ അന്ന് അവൾ വളരെ പ്രതീക്ഷയോടുകൂടി ജോൺസി പറയുകയാണ്, ഞാനൊരിക്കൽ എന്തായാലും ബേ ഓഫ് നേപ്പിൾസ് വരയ്ക്കും. അപ്പോൾ അത്രയും ദിവസം വളരെ ഡെസ്പറേറ്റ് ആയിരുന്ന, മരണത്തെ കാത്തുകൊണ്ടിരുന്ന ജോൺസി മാറി ഇപ്പോൾ അവൾ പ്രതീക്ഷ വരാൻ തുടങ്ങി. So the doctor came in the afternoon. Even chances, said the doctor, takes thin shaking hands in his, with good nursing you will win. അപ്പോൾ ഇവൻ ചാൻസസ്, അപ്പോൾ എന്താണ് ഡോക്ടർക്ക് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഡോക്ടർ പറയുകയാണ്, യെസ് ഇറ്റ് ഹാസ് now it has chances. പിന്നെ നീ ഒന്ന് നന്നായി കെയർ ചെയ്താൽ മതി. നൗ ഐ മസ്റ്റ് സീ അപ്പോൾ എനിക്ക് എന്തായാലും അടുത്തൊരു കേസ് താഴെയുണ്ട്, ഡൗൺ സ്റ്റേഴ്സിലുണ്ട്. ബെർമാൻ എന്നാണ് അയാളുടെ പേര്. അയാളൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അയാൾ ഇതുപോലെ ന്യൂമോണിയ വന്നതാണ്. അദ്ദേഹം വളരെ വീക്കായിട്ടുള്ള ഒരു ഓൾഡ് മാനാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ന്യൂമോണിയ സിവിയറാണ്. നോ ഹോപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഹോപ്പില്ല. He goes to the hospital today to made
ഹി ഗോസ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ ടു മോർ കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറയാണ് ബർമാനെ. സോ ദ നെക്സ്റ്റ് ഡേ ദ ഡോക്ടർ സെഡ് ടു സി ഷീ ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ, യു വോൺ ന്യൂട്രീഷൻ ആൻഡ് കെയർ നൗ. പിറ്റേ ദിവസം ഡോക്ടർ തീർത്ത് പറഞ്ഞു, ജോൺസി ഈസ് നൗ ഔട്ട് ഓഫ് ഡേഞ്ചർ. ജോൺസി അപകടനില തരണം ചെയ്ത് കഴിഞ്ഞു. ഇനി അവൾക്ക് നന്നായിട്ട് ഫുഡും കെയറും കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയി പോന്നോളൂ, അത് മതി എന്ന് പറയുകയാണ്. സോ പക്ഷേ പിറ്റേ ദിവസമാണ് ഡോക്ടർ അത് പറയുന്നത്. അന്ന് ആഫ്റ്റർനൂണിൽ സു കെയിം ടു ദ ബെഡ് വെയർ ജോൺസി ലേ കണ്ടൻ്റ്ലി ആൻഡ് പുട്ട് വൺ ടേൺ അറൗണ്ട് ഹെർ പില്ലോസ് ആൻഡ് ഓൾ. ഇപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞ് ജോൺസിയുടെ അടുത്ത് സ്യൂ വന്ന് ജോൺസിയുടെ തൊട്ടരികത്തിരുന്ന് അവളുടെ കഴുത്തിലൂടെ കൈകളിട്ടിട്ട് വളരെ തൊട്ടടുത്തേക്ക് ചേർന്ന് ഇരുന്ന് പില്ലോസ് എല്ലാം കൂടി ചുറ്റി പിടിച്ചിട്ട് എന്താണ് പറയുന്നത് നോക്കി. ഐ ഹാവ് സംതിങ്, എനിക്കൊരു ബാഡ് ന്യൂസ് നിന്നോട് പറയാനുണ്ട്. മിസ്റ്റർ ബർമാൻ ഡൈഡ് ഓഫ് ന്യൂമോണിയ ടുഡേ ഇൻ ദ ഹോസ്പിറ്റൽ. ഇന്ന് ബർമാൻ മരിച്ചു. ഹോസ്പിറ്റലിൽ ന്യൂമോണിയ ആയിട്ടാണ് മരിച്ചത്. 2 ദിവസമായിട്ട് അദ്ദേഹത്തിന് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ദേ ഫൗണ്ട് ഹിം ദ മോർണിംഗ് ദ ഫസ്റ്റ് ഡേ ഇൻ ഹിസ് റൂം ഡൗൺ സ്റ്റേഴ്സ് ഹെൽപ്ലെസ്ലി വിത്ത് പെയിൻ. ഇന്ന് രാവിലെ അല്ലേ, എന്താ ഇന്നല്ല, ഒരു ദിവസം രാവിലെ ഫസ്റ്റ് ഡേയിൽ 2 ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 2 ദിവസത്തിൽ ഫസ്റ്റ് ഡേയിൽ അദ്ദേഹം താഴെ വീണ് കിടക്കുന്നതായിരുന്നു കണ്ടത്. ഡൗൺ സ്റ്റേഴ്സിൽ വീണ് അദ്ദേഹം വേദന കൊണ്ട് പുളഞ്ഞ അദ്ദേഹത്തിനെ ആണ് കണ്ടത്. ആൻഡ് ഹിസ് ഷൂസ് ആൻഡ് ക്ലോത്തിങ് വെയർ ത്രൂ ദ ഐസി കോൾഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂസും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സും ഒക്കെ മൊത്തം നനഞ്ഞിരിക്കുകയായിരുന്നു. വെയർ അപ്പോൾ എന്താണ് അങ്ങനെ നനഞ്ഞിരിക്കാൻ കാരണം എന്ന് അവർക്ക് മനസ്സിലായില്ല. ദേ കുഡൻറ്റ് ഇമാജിൻ വെയർ ഹി ഹാഡ് ബീൻ ഓൺ സച്ച് എ ഡ്രെഡ്ഫുൾ നൈറ്റ്. അപ്പോൾ തലേ ദിവസം അതിശക്തമായ മഞ്ഞും മഴയും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഈ ബർമാൻ ഇത് എവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആൻഡ് ദെൻ ദേ ഫൗണ്ട് അവർ ഒരു എന്താ ലാൻറ്റൺ മീൻസ് ഒരു വിളക്ക്. ആൻഡ് ലാൻറ്റൺ സ്റ്റിൽ ലൈറ്റഡ് എ ലാഡർ ദാറ്റ് ഹാഡ് ബീൻ ഡ്രാഗ്ഡ് ഫ്രം ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ അവരൊരു വിളക്കും ഒരു കോണിയൊക്കെ കണ്ടെത്തി. കോണി അതിൻ്റെ ഇരുന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിരിക്കുകയായിരുന്നു. ലാൻറ്റൺ അപ്പോഴും കത്തിക്കൊണ്ടിരുന്ന ഒരു ലാൻറ്റൺ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ അവിടെ ഇവിടെയും ചെതറിക്കിടക്കുന്ന ബ്രഷസും ഒക്കെ ഉണ്ടായിരുന്നു. ബ്രഷസും ഒരു പാലറ്റ് എന്താണ്, പെയിൻറ്റ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, പെയിൻറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പല കളേഴ്സ് വയ്ക്കാവുന്ന ഒരു പ്ലേറ്റ് പോലത്തെ സംഭവം കണ്ടിട്ടില്ലേ, അതാണ് പാലറ്റ് ഉദ്ദേശിക്കുന്നത്. പാലറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കളേഴ്സ് ഗ്രീനും യെല്ലോ കളേഴ്സ് മിക്സ് ചെയ്ത നിലയിലായിരുന്നു ആ പാലറ്റിൽ. സോ ആൻഡ് ലുക്ക് ഔട്ട് ഓഫ് ദി വിൻഡോ ഡിയർ ദ ഐവി ലീഫ് ഓൺ ദ വോൾ. അപ്പോൾ നീ ഒന്ന് പുറത്തേക്ക് നോക്കാൻ പറയുകയാണ് സ്യൂ ജോൺസിയുടെ അടുത്ത്. ആ ലീഫ് നീ ഒന്ന് നോക്കി, നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്ന ആ ലീഫ്, ആ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ലീഫിനെ നീ ഒന്ന് നോക്കി. ഡിഡൻറ്റ് യു വണ്ടർ വൈ ഇറ്റ് ഈസ് നെവർ ഫ്ലട്ടഡ്. അപ്പോൾ ഇത്രയും കാറ്റ് വന്നിട്ടും അതൊരിക്കൽ പോലും അനങ്ങുന്നത് നീ കണ്ടോ? അത് അനങ്ങുന്നേ ഇല്ല ഇത്രയും കാറ്റ് വന്നിട്ടും. എന്തുകൊണ്ടാണത്? ഡാർലിംഗ്, it's Berman's masterpiece. He painted it there the night the last leaf fell down. So നിൻ്റെ അവസ്ഥ കണ്ടിട്ട് അല്ലേ, അപ്പോൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ലീഫ് അവിടെ നിന്ന് വീണ ദിവസം ബർമാൻ്റെ മാസ്റ്റർ പീസായിരുന്നു അത്. ആ ലാസ്റ്റ് ലീഫ് ബർമാൻ അവിടെ വരച്ചു വയ്ക്കുമായിരുന്നു. ഇത്രയും മഴയത്തും ഇത്രയും കാറ്റിൻ്റെ ഇടയിലും ബർമാൻ അതവിടെ വരച്ചു വയ്ക്കുമായിരുന്നു. ബിക്കോസ് he want to make Johnsy alive. For that he sacrificed his life. അല്ലേ, ആ ഒരു പ്രതീക്ഷ അവളോട് പറഞ്ഞ് പ്രതീക്ഷിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവൾ തന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലീഫ് ബർമാൻ അവിടെ വരച്ചു പിടിപ്പിക്കുകയായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും അവൾക്ക് പ്രതീക്ഷ വന്ന് അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നതിന് വേണ്ടിയിട്ട്. അത് സംഭവിക്കുകയും ചെയ്തല്ലോ. ആ ലീഫ് കൊണ്ട് മാത്രമാണ്, ആ ലീഫ് അവിടെ നിന്നതുകൊണ്ട് മാത്രമാണ് ജോൺസി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതല്ല, ലീഫ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ, എപ്പോഴാണോ റിയൽ ലീഫ് അവിടെ നിന്ന് വീണത് അപ്പോൾ തന്നെ ബർമാൻ അത് വരച്ചു പിടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ജോൺസി നോക്കുന്ന സമയത്ത് ആ ലീഫ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജോൺസി അതോടുകൂടി മരിച്ചു പോയേനെ. അപ്പോൾ സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തും ബർമാൻ ചെയ്ത മാസ്റ്റർ പീസാണ് ആ ലാസ്റ്റ് ലീഫാണ് ജോൺസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. സോ അവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. ഒന്നെന്താണ്, ഒരു സാക്രിഫൈസ്, ഒരു ഗ്രേറ്റ് സാക്രിഫൈസ് ഫോർ ദ അതർ.
രണ്ടാമത് ഒരു ഡ്രീം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം അത് ഒരു മാസ്റ്റർ പീസ്, അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന മാസ്റ്റർ പീസ് അദ്ദേഹം അത് വരയ്ക്കുക തന്നെ ചെയ്തു. അതൊരാളുടെ ജീവിതം രക്ഷിച്ചു. പിന്നീട് നമ്മൾ കാണാവുന്ന എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതെ, നമ്മളുടെ ഉള്ളിലുള്ള ഹോപ്പ് അത് അവിടെ ഉണ്ടെങ്കിൽ അതിന് എന്താ ഒരാളുടെ ജീവിതത്തെ ഇല്ലാതാക്കാനും പറ്റും. ഹോപ്പ് ഉണ്ടെങ്കിൽ ജീവിതത്തെ, ഹോപ്പ്ലെസ് ആയാൽ ജീവിതത്തെ ഇല്ലാതാക്കാനും, ഹോപ്പ്ഫുൾ ആണെങ്കിൽ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാനും, ഈവൻ ഒരു ഡിസീസിനെ തന്നെ മാറ്റാനും അതിന് കഴിയുമെന്നുള്ളത് ജോൺസിയുടെ സ്റ്റോറിയിൽ വളരെ ക്ലിയറാണ്. അതിന് ഫിസിക്കൽ കണ്ടീഷനെ വരെ നമ്മളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ചേഞ്ച് ചെയ്യണനുസരിച്ച് അത് ഫിസിക്കൽ കണ്ടീഷൻ വരെ ചേഞ്ച് ചെയ്യാൻ കാരണമാവുന്നു. അത് നമ്മൾ പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ കാണാറുള്ളതാണ്. പല ക്യാൻസർ പേഷ്യൻസൊക്കെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് അവരുടെ വിൽ പവർ കൊണ്ട് മാത്രമായിരിക്കും. സോ ഇറ്റ്സ് റിയാലിറ്റി. ഇപ്പോൾ നമ്മളുടെ ഹോപ്പ്ലെസ്നെസ്, എത്ര അഡ്വേഴ്സ് സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് വേണ്ടി ഒരു സൂര്യൻ, അല്ലേ, നമുക്ക് വേണ്ടി ഒരു വലിയ സൂര്യൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി എന്തൊക്കെയോ ഇനിയും വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ദാറ്റ്സ് ഓൾ. താങ്ക് യു.